ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഭക്തിയുടെയും ശാന്തതയും നിറഞ്ഞ ഒരനുഭവമാണ്. പട്ടാമ്പിയുടെ സ്വകാര്യ അഹങ്കാരമായ ചെറിയ ഗുരുവായൂരിലേക്ക് സ്വാഗതം. പ്രവചനങ്ങളും പ്ലാനിങ്ങുകളും ഒന്നുമില്ലാതെ തന്നെ ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ പ്രിയ നിമിഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. വിഗ്രഹ ആരാധനയേക്കാൾ കൂടുതൽ എനിക്ക് പലപ്പോഴും അവിടുത്തെ അറ്റ്മോസ്ഫിയറുകളാണ് ചില അമ്പലങ്ങളിൽ എന്നെ ആകർഷിക്കുന്നത്. ആദ്യകാലത്തൊക്കെ മനുഷ്യന്മാർ പ്രകൃതിയെ തന്നെയാണ് ദൈവമായിട്ട് ആരാധിച്ചിരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മരങ്ങളെയും നദികളെയും കുന്നുകളെയും എല്ലാം ആരാധിച്ചിരുന്ന മനുഷ്യൻ പിന്നീട് രാജാക്കന്മാരുടെ പിന്തുണയോടെ ക്ഷേത്രങ്ങൾ ഒരു ആരാധന കേന്ദ്രമായി മാറുകയും സംസ്കാരത്തിൻ്റെയും കലകളുടെയും ഭാഗമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ദൈവങ്ങൾക്കെല്ലാം ഒരുപാട് അപ്ഡേഷൻ വന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്ന ഈ കണിക. പിന്നീട് ഞാൻ പോകുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് വല്ലപ്പോഴും വരാറുണ്ട്. ആ സമയത്തൊക്കെ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കൗതുകമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല ആൾക്കാരെയും നമ്മൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. ചിലവർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരുണ്ടാവാം, ചിലവർ നെഗറ്റീവ് ആവാം. നെഗറ്റീവ് അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവാറില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒന്നൊക്കെയാവും. അങ്ങനെയുള്ളവർ നമ്മൾ ഇഗ്നോർ ചെയ്യാത്രേ ഉള്ളൂ. എന്ന് വിചാരിച്ച് നമുക്ക് നമ്മളെ വൈബ് ഇല്ലാതാക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ എവിടേക്കോ വായിച്ച് കേട്ടിട്ടുള്ളൊരു തോട്ടാണ്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളാവുന്നത് എന്ന്. നമ്മൾ എത്രത്തോളം നമ്മൾ പോസിറ്റീവ് ആവുന്നു, നമ്മൾ എത്രത്തോളം സെൽഫ് റെസ്പെക്റ്റഡ് ആവുന്നു, അത്രത്തോളം നമുക്ക് ഡെവലപ്മെൻറ്റും നമ്മൾ കുറേ കാര്യങ്ങൾ അപ്ഡേഷനും വന്നുകൊണ്ടേയിരിക്കും. എന്നെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരിക്കലും എന്നെ വിട്ടുകൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില യാത്രകളും പുസ്തകങ്ങളും എല്ലാം എനിക്ക് പലപ്പോഴും ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ പോകുന്നത് ഞങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി കഴിക്കാനാണ്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പുറത്ത് പോയിട്ട് കഴിച്ചിട്ടുള്ളതാണ് ആക്കാൻ്റെ ബിരിയാണി. ഇപ്പോഴും അതവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു ചെറിയൊരു തട്ടുകടയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കലിന് ശേഷം ഞാനൊരു ഡ്രസ്സൊക്കെ എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ഡയറക്റ്റുള്ള ബസ് കിട്ടി. പിന്നെ ഡെയിലി അറിയുന്ന ആൾക്കാരാകുമ്പോൾ അങ്ങനെ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.